ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇന്ത്യൻ്റെ കുടുംബത്തിൻ്റെയൊക്കെ വക വലിയ പെരുന്നാൾ ആശംസകൾ കിട്ടും. അപ്പം നമ്മൾ വലിയ പെരുന്നാളാണ്. വീഡിയോ എടുക്കാനൊന്നൊരു മൂഡില്ല, പെരുന്നാളൊന്നും ഒരു സുഖമില്ല കേട്ടോ. പ്രാവശ്യം എന്താണെന്നറിയില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ചിന്നു കുറവില്ല കേട്ടോ, റൂമിലാണ്. ഷെമിത് അവിടെ കിടന്നുറങ്ങണേ, ഭാഷയുണ്ട് കേട്ടോ അവിടെ കിടക്കണേ. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ കിടക്കലും ഇരിക്കലൊക്കെ ആയിട്ടൊരു മൂഡില്ല കേട്ടോ. പെരുന്നാളൊന്നും ഒരു രസമില്ല, എന്താണെന്നറിയില്ല. ഇനി എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണോയെന്ന് അറിയൂല കേട്ടോ. അപ്പോൾ ഷെമി അറിയാം പോരും മാറ്റിക്കോ എൻ്റെ കൂടെയൊക്കെ പോകാൻ. ഇപ്രാവശ്യം നേരത്തെ കാലത്തെ പോവാ കേട്ടോ. അയ്യോ, ഇപ്രാവശ്യം ഞങ്ങൾ നേരത്തെ പോവാണ് കേട്ടോ. മാറ്റി ഒരുങ്ങട്ടെ, എന്നിട്ട് പോകണം. പുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് നമ്മളത് വെറൈറ്റി ആണ് കേട്ടോ. നമ്മൾ ഫുഡ് കുറേ കാലത്തിന് ശേഷമാണ് പെരുന്നാൾക്ക് അങ്ങനത്തെ ഫുഡ് കഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ഫുഡും കാര്യമൊക്കെ ഞാനിവിടെ കൊടുക്കട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ നെയ്ച്ചോറും. പണ്ടത്തെ സ്പെഷ്യലാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ. ഒന്ന് മാറ്റി പിടിച്ചതാണ്. എല്ലാ പ്രാവശ്യവും കപ്സി മന്തിയൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നെയ്ച്ചോറൊക്കെ ആക്കി കേട്ടോ. പായസം അടയാണ് കേട്ടോ. പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നെയ്ച്ചോറും ബീഫ് വരട്ടിയതും ഉമ്മ വരട്ടിയതാണ് കേട്ടോ. ബീഫ് വരട്ടിയതും ചിക്കൻ പൊരിച്ചതും പിന്നെ നമുക്ക് പരിപ്പ് തേങ്ങ അരച്ച കറിയും ഇനിട്ടോ നെയ്ച്ചോറ്റൊക്കെ ഉണ്ടായിരുന്നത്. ഇമ്മറി പണ്ട് എല്ലായിടത്തും ഇങ്ങനെ തന്നെ ഇനിയെന്ന്. അപ്പം നമ്മൾ അങ്ങനെ ഒന്നും ആക്കി ഇപ്രാവശ്യം കേട്ടോ. ഇപ്രാവശ്യം ആർക്കും ഒരു സാറൂലിന്. അപ്പം ഞങ്ങളൊന്ന് മാറ്റി പിടിച്ച്. പിന്നെ ഇന്ന് അറവും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ ആരും എത്തിയിട്ടില്ല കേട്ടോ ചോറ് തിന്നാനൊന്നും. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ആദ്യം തന്നെ കൊടുത്തോൽക്കൊക്കെ പൈസപ്പെട്ടു. പിന്നെ എല്ലാവരും വന്നാലേ നമ്മളും പോയി ചോറ്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടും കുറേ നേരമായി. എന്നിട്ടാണ് ഇപ്പോൾ 12 മണിയൊക്കെ അല്ല 11:30 ആയി തോന്നുന്നുണ്ട്. എന്നിട്ട് ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. എന്തോ ഒരു സുഖമില്ല ഇനി. അപ്പം ഞാൻ ഏതായാലും മാറ്റി പെരേക്ക് പോട്ടെ. പിന്നെ നമ്മളെ കഴിഞ്ഞ വർഷം വലിയ പെരുന്നാളില്ലേനി കേട്ടോ. ഞങ്ങൾക്ക് ഉമ്മമാൻ്റെ മരണമൊക്കെ ഇനിയല്ലോ കഴിഞ്ഞ വർഷം പെരുന്നാളിൻ്റെ അന്ന് ഇനിട്ടോ ഉമ്മമാൻ്റെ മരണം ഇതൊക്കെ. അപ്പോൾ നമുക്ക് പെരുന്നാളൊന്നും ഇല്ലേനി. അപ്പോൾ ഇപ്രാവശ്യം ഉമ്മമാൻ്റെ ആണ്ടൊക്കെ വരും. ആണ്ട് ഇന്നാണ് ശരിക്കും, പക്ഷേ പരിപാടി ഇന്ന് കഴിച്ചണില്ല കേട്ടോ. പെരുന്നാളായതുകൊണ്ട് എല്ലാവർക്കും ഒന്നും അങ്ങനെ വരാനൊന്നും കഴിയൂലല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ ഒരു ദിവസത്തേക്ക് ആക്കിയേക്കാം കേട്ടോ പരിപാടി. അപ്പോൾ ഞാൻ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഞാൻ പെരേക്ക് പോകാമെന്ന് മാറ്റി ഒരുങ്ങിക്കാണ്ട് വെറുതെ ഇങ്ങനെ ഇരിക്കല്ലേ, ഏതായാലും ഒരു രസം കിട്ടണമില്ല. ഡെയിലി പുറത്തന്നെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെന്താ നിങ്ങളോടൊക്കെ മഴ ഉണ്ടോ പെരുന്നാളായിട്ട്? എൻ്റെ അങ്ങോട്ടൊക്കെ രാവിലെ നല്ല മഴയേനി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഉമ്മാനെ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് മഴ ഇങ്ങനെ മൂടി നിന്നിനി, പക്ഷേ പെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ മാറ്റി ഒരുങ്ങി പോവാണ് കേട്ടോ. ഇനി പെരയിലെത്തിയിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ പെരയിലെത്തിട്ടോ. ഇപ്രാവശ്യം നേരത്തെ ഒന്നും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷെമിക്ക് ജ്യൂസൊക്കെ കൊടുത്തതാ ബാപ്പ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഷെമി അങ്ങോട്ട് പോയി നോക്കാൻ ഐസമോക്ക് മോൻ വന്നപ്പോൾ തന്നെ ബബുലൂനൊക്കെ എടുത്ത് കാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. മോന് തീരെ സുഖമില്ല കേട്ടോ. ഓലെ ഫസ്റ്റത്തെ പെരുന്നാളായിട്ട് ഓൻ സൈഡായിട്ടോ ഓൻ്റെ പെരുന്നാൾ മൂഞ്ചി. അപ്പോൾ ഓന് നല്ല ഛർദിയും പനിയും ഇതൊക്കെ ആയിട്ട് സുഖമില്ല കേട്ടോ. ഓല് ഹോസ്പിറ്റലൊക്കെ കാണിച്ച് വന്നതാട്ടോ. നമ്മളെ വരയിലെത്തിട്ടോ. അപ്പോൾ ജ്യൂസ് കുടിച്ചിട്ട് ഇരിക്കുകയാണ്. പാപ്പ ഫുഡ് ഉണ്ടാക്കാട്ടോ. ഒരു രാവിലെ ഫുഡ് ഉണ്ടാക്കിനി, കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ ബിരിയാണി. ഇനി ഞങ്ങൾ സാധാരണ എല്ലാ പ്രാവശ്യവും വൈകുന്നേരം മരിബ് കഴിഞ്ഞിട്ടാണ് പെരേക്ക് എത്തുക. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ നെക്കറ കരുതിക്കാണ്ട് ഓല് ഞങ്ങളൊക്കെ വരുമ്പോഴത്തേനും ഫുഡ് ഉണ്ടാക്കാന്ന് കരുതിക്കാണ്ട് ഉണ്ടാക്കിയില്ലേന്. അപ്പോൾ ഞങ്ങൾ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഓല് ഉണ്ടാക്കൽ തുടങ്ങിയിന് കേട്ടോ. ഓലവിടെ ബാപ്പാടെ ഉണ്ടാക്കുന്നുണ്ട്. എന്തേനി മട്ടൻ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കണത്. സ്പെഷ്യൽ മട്ടൻ മന്തിയാണ്. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടു. ഐസമോളും ഷെമിയുടെ ഉണ്ട്. ഇത് പെരുന്നാൾക്കിന്ന് വാപ്പാൻ്റെ കുക്കിങ്ങാണ് കേട്ടോ. വാപ്പ കുക്കിങ് തുടങ്ങി ചെറുതായിട്ടൊന്നും മാറി കേട്ടോ. മട്ടൻ മന്തിയല്ല, മട്ടൻ കബ്സയാണ്. ഒരു മസാലപ്പൊടി വാങ്ങിയത് മാറിപ്പോയി. പെരയിലെത്തിയപ്പോഴാണ് എല്ലാം കാണുന്നത്. കബ്സ മസാലയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഐസമോക്ക് അപ്പോഴത്തേനും തിരക്കായിട്ടോ ഉടുപ്പൊക്കെ ഊരാനും വേണ്ടിയിട്ട്. ഓള് വന്നപ്പോഴേ ഒരു മൂഡ് ഓഫ് ആട്ടോ. ഓള് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. ഇനി പിന്നെ ഉറക്കം വന്നിട്ടാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഷെമി അവിടെ പോയി കിടന്നുറങ്ങിയിട്ടോ. ഞാൻ ഇപ്പോൾ പോകും പറഞ്ഞ് വന്നതിന് ഷെമി. അപ്പോൾ വാപ്പാനെ കുറച്ചേരം നിൽക്കി ഫുഡായിട്ട് തിന്നിട്ട് പോകാമെന്നാണെങ്കിൽ ഷെമി അവിടെ കിടന്നുറങ്ങിയിട്ടും. അപ്പോൾ ഐസമോളും ഓളടുത്ത് ഷെമിൻ്റെ അടുത്ത് പോയിക്കാണ്ട് ഐസമോളും ഉറങ്ങിയിട്ടോ. അങ്ങനെ ഓല് രണ്ടാളും ഉറങ്ങി. അതിൻ്റെ ഇടയിൽ വാപ്പ ഫുഡൊക്കെ സെറ്റാക്കിയിട്ടോ. വാപ്പയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഇന്നാണല്ലോ നമ്മളെ അമ്മമ്മ മരിച്ച ദിവസം ഇന്നാണ്. അപ്പോൾ പിന്നെ ഷെമി ഉറങ്ങി നീച്ചാരെ ഷെമി വേഗം പോകും പറഞ്ഞ് വന്നതിന്. പിന്നെ ഷെമി ഉറങ്ങി നീച്ചാരെ വാപ്പ ഷെമിനെയും കൊണ്ട് പള്ളിക്കലൊക്കെ ഒന്ന് പോയിട്ടോ. പള്ളിക്കലൊക്കെ പോയി തുറന്ന് വന്നോല്. അപ്പം അമ്മമാരൊക്കെ വന്നിന് കേട്ടോ. അപ്പോൾ ഓല് വന്നപ്പോൾ പായസം കഴിഞ്ഞപ്പം പിന്നെ ഞാൻ ജ്യൂസൊക്കെ അടിച്ച് കൊടുത്തിട്ടോ. ഓല് പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിന്. പിന്നെ ഓല് പള്ളിയിൽ നിന്നൊക്കെ വന്നാരെ ചെറുതായിട്ടിട്ടോ അമ്മമാരും ഷെമി വാപ്പി ഓലൊക്കെ കൂടിക്കാണ്ട് മൂത്താപ്പയൊക്കെ ഉണ്ടായിന്. ഓലൊക്കെ കൂടിക്കാണ്ട് ഒന്ന് യാസീനൊക്കെ ഓതിയൊന്നതായിരുന്നു കേട്ടോ. ഒന്നാണ് ശരിക്കും മരിച്ച ദിവസം. അപ്പോൾ ഒന്ന് യാസീനൊക്കെ ഓതിയതായിരുന്നു. പിന്നെയാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഫുഡൊക്കെ പൊട്ടിച്ചത്. അപ്പോൾ നല്ല ആട് കബ്സയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ. അപ്പോൾ ആട് കബ്സയും പിന്നെ ചിക്കൻ പൊരിച്ചതും ബീഫ് വരട്ടിയതും തൈരും അച്ചാറും ഒക്കെ ആണ് കേട്ടോ. അപ്പോൾ സ്പെഷ്യലി ഒരു ബിരിയാണി ഉണ്ടാക്കിന് ഉച്ചക്ക് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ രാവിലെ. പിന്നെ ഇത് ഉച്ചയായപ്പോൾ ഉണ്ടാക്കിയതാട്ടോ. പിന്നെ എല്ലാവരും കുത്തിർന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവലാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും കുത്തിർന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചാൽ പിന്നെ ഞങ്ങളും ഇരുന്നിട്ടോ. മോടുത്തന്ന വീഡിയോ ആണ് കേട്ടോ. മോന് ഇതൊന്നും തിന്നാൻ പറ്റൂല, ഓന് കഞ്ഞിയാട്ടോ കുടിക്കണത്, ഛർദി ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ ഓൻ കഞ്ഞിയാണ് കുടിക്കണത്. അങ്ങനെ പിന്നെ ഫുള്ള് പെരയിലെത്തിയപ്പോൾ ഫുള്ള് രസമായിട്ടോ. എല്ലാവരും വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പം പിന്നെ ചെറിയ അമ്മോനും ഓൻ്റെ പെണ്ണുങ്ങളും കുട്ടികളും ഓലൊക്കെ അതും വന്ന് നല്ല രസേനെ കേട്ടോ. പിന്നെ ഓലിങ്ങനെ ഇവിടെ ഇരിക്കല്ലേ, അങ്ങോട്ട് പോരിയാണ് നെടുങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. ഞാനാണെങ്കിൽ നെടുങ്ങോട്ടേക്ക് ഒരു പെരുന്നാൾക്കും പോവല്ല. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായിട്ട് ഒരു പെരുന്നാൾക്കും ഞാൻ നെടുങ്ങോട്ടേക്ക് പോയില്ല കേട്ടോ. അപ്പം നെടുങ്ങോട്ട് എന്ന് പറയുന്ന ഉമ്മാൻ്റെ അവിടെ കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോവാണ്. പൊണ്ണും കുട്ടികളൊക്കെ ഓലും വന്നിട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ബൈക്കുമ്പോൾ കൊള്ളാത്തതിനോട് തന്നെ കലീലിൻ്റെ എപ്പോഴാണ് കേട്ടോ പോകണത്. കുറേ ബൈക്കുമ്പോൾ കുറേ ഓട്ടോറിക്ഷയിലൊക്കെയാണ് കേട്ടോ പോണത്. പൈസ മോൾ ഇതാ മോൻ്റെ ഒപ്പം കയറി, പൊണ്ണും കുട്ടികളൊക്കെ ഓല അളിയൻ്റെ ഒപ്പം പോയി. ഞാനും ഉമ്മയൊക്കെ കുഞ്ഞാപ്പൂൻ്റെ ഒപ്പം പോയി, അല്ല കലീലിൻ്റെ ഒപ്പം പോയിട്ട് അങ്ങനെയാണ് ഞങ്ങൾ പോണത്. പിന്നെ അവിടെ എത്തി ഫുള്ള് രസമാണ് കേട്ടോ. ജ്യൂസ് കുടിക്കലും അവിടെ മന്തിയൊക്കെയാണ്. പക്ഷേ അവിടെ ഞങ്ങൾ പിന്നെ ഫുഡൊന്നും കഴിച്ചില്ല. ഇവിടുന്ന് ഇപ്പം ഇങ്ങോട്ട് ഫുഡ് കഴിച്ചിട്ടല്ലേ ഉള്ളൂ. പിന്നെ അവിടെ പോയി പിന്നെ അമ്മോൻ്റെ ഓടെയും പോയി. അവിടെ ഫുള്ള് വെളിച്ചല്ലേ, വെളിച്ചമൊക്കെ കുറവാണ്. അങ്ങനെ മുത്തു ഇതാക്കണം എല്ലാവർക്കും ജ്യൂസൊക്കെ തരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് കുറേ നേരം അവിടെ നിന്നിട്ട് അപ്പോൾ പെരുന്നാൾ അങ്ങോട്ട് കളറായിട്ടോ. പിന്നെ മോത ഞങ്ങളെ കൊണ്ടുവന്നാക്കാണ് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും മോന് പെരയിൽ കൊണ്ടുവന്നാക്കി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ പെരുന്നാൾ വീഡിയോ. അപ്പോൾ വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടേണ്ടി. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ അടിക്കേണ്ടി കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും